വെൽക്കം ടു പ്രീതീസ് മന്ന കിച്ചൻ. നമ്മൾ പന്നിയിറച്ചി കറി വെക്കുന്ന സമയത്ത് അതിൻ്റെ നെയ്യ് ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത് പലർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് നെയ്യുള്ള സമയത്ത് നമുക്ക് അതിൻ്റെ തൊലിയിൽ നിന്ന് നെയ്യ് ഉരുക്കിയെടുക്കാം. അപ്പോൾ ആ ഉരുക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇറച്ചി നന്നായിട്ട് ഞുറുക്കുന്ന സമയത്ത് തൊലി അതിൻ്റേത് മാറ്റി വെക്കുക. അതായത് നെയ്യുള്ള ഭാഗം മാറ്റി വെച്ചിട്ട് ഇതുകൊണ്ടോ ഇറച്ചി കഷ്ണങ്ങളില്ലാണ്ട് നെയ്യ് തന്നെ മാറ്റി എടുക്കുക. ഇതുപോലെ നാട്ടിലൊക്കെ ആകുമ്പോൾ പന്നിയിറച്ചിയിൽ ഒരുപാട് നെയ്യ് കിട്ടും. ഇതിപ്പോൾ എനിക്ക് 2.5 കിലോ ഇറച്ചി മേടിച്ചതിനകത്ത് നിന്ന് ഇത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്കിതിൻ്റെ നെയ്യ് ഉരുക്കിയെടുക്കുക. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. തീ കത്തിക്കുക, നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇതിൽ നിന്ന് തന്നെത്താനെ നെയ്യ് ഉരുകി വരും. അപ്പോൾ എത്രമാത്രം നെയ്യ് ഉരുക്കി കളയണോ അത്രയും നേരം നമ്മൾ അടുപ്പിൽ ഇത് വെച്ചുകൊണ്ടിരിക്കണം. അതിനുശേഷം നെയ്യ് കംപ്ലീറ്റ് മാറി കഴിയുമ്പോൾ അതിന് തൊലിക്കഷ്ണങ്ങൾ നല്ല ഡ്രൈ ആയിട്ട് നല്ല ഉണങ്ങി നമുക്ക് കിട്ടും. ആ സമയത്ത് നമുക്ക് എടുത്ത് നമ്മൾ വയ്ക്കുന്ന കറി ഉണ്ടാക്കുന്ന ഇറച്ചി കറിയിലോ അല്ലെങ്കിൽ ഇറച്ചി വറക്കുന്നതിലോ നമുക്ക് ഇട്ട് കഴിക്കാം. ഇല്ലെങ്കിൽ ഇത് തന്നെയാണെങ്കിൽ ഒരു ഫ്രൈ പോലെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ചൂടായി കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് ഞാൻ ഓരോ സ്റ്റേജിലും അത് കാണിക്കാം. പുറപ്പെടുന്ന പൊട്ടുന്ന ഒച്ച കേൾക്കാം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പൊട്ടിത്തുടങ്ങി ഇളക്കി കൊടുക്കാൻ നമുക്ക്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിനകത്ത് ഉപ്പൊട്ടും ചേർത്തേക്കരുത്. ഉപ്പ് ചേർക്കാതെ വേണം വെക്കാനായിട്ട്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ പുളിയുടെ അംശങ്ങളൊന്നും പാടില്ല. എണ്ണ ചേർക്കാൻ പാടില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം നോക്കിയാൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞപ്പോഴേക്ക് പതുക്കെ വേണ്ട നെയ്യ് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ചെറുതായിട്ടുള്ള നെയ്യ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒട്ടും പേടിക്കണ്ട. നിങ്ങൾ തീ കുറച്ചിട്ടതിന് ശേഷം പൊക്കിക്കൊള്ളുക. ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണ്ട പണികളൊക്കെ നമുക്ക് ചെയ്ത് നടക്കാം. ഇനി നന്നായിട്ട് ഉരുകിയതിന് ശേഷം നമുക്ക് കാണാം. ഇതുകൊണ്ട് അതിന് സൈഡിലേക്ക് നെയ്യ് ഉരുകി വരുന്നുണ്ട്. അപ്പോൾ ആ ഉരുകി കിടക്കുന്ന നെയ്ക്കകത്ത് തന്നെ കിടന്ന് ഇതിങ്ങനെ ഉരുകിക്കോളുവേ. അപ്പോൾ അവിടെ കിടക്കട്ടെ. പൊട്ടിത്തെറിക്കുന്ന ഒച്ച കേൾക്കാമല്ലോ. അതുകൊണ്ട് ഇച്ചിരി സൂക്ഷിച്ച് നിന്നോണേ. ദേഹത്തേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. ഈ അകലേക്ക് മാറി നിന്നോണം കേട്ടോ. ഈ ഉരുകുന്നതിനനുസരിച്ച് പൊട്ടിക്കൊണ്ടേയിരിക്കും. ഇതുകൊണ്ട് ഇതിൽ നിന്ന് പൊട്ടിത്തെറിക്കും. അപ്പടി അതിൻ്റെ അടുത്തോട്ട് നിൽക്കാനും വരുന്നില്ല. അതുകൊണ്ട് എത്രയും നെയ്യ് ഓൾറെഡി ഉരുകി കഴിഞ്ഞു. കാണാമല്ലോ. കേട്ടോ ഇത്രയും നെയ്യ് ഉരുകി കഴിഞ്ഞു. ഇതിനകത്ത് നെയ്യ് മുഴുവൻ ഉരുകി അതിൻ്റെ തൊലി നല്ല എന്താ പറയുക പൊങ്ങ് പോലെ ആയിട്ടുണ്ട്. ഈ നെയ്യ് മാറ്റിയതിന് ശേഷം നമ്മൾ വെക്കുന്ന ഇറച്ചി കറിക്കകത്ത് ഓർത്തതിനകത്ത് ചേർത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടത് നമ്മൾ ആ കുറച്ച് നെയ്യ് എന്താ പറയുക കുറച്ച് നമ്മൾ അത്രയും ഇറച്ചി ഉരുക്കിയ സമയത്ത് നമുക്ക് ഇത്രയും നെയ്യ് കിട്ടി. അപ്പോൾ നമ്മളിത് ഉരുക്കാതിരിക്കുമ്പോഴെല്ലാം നമ്മൾ ഇത്രയും നെയ്യ് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ തന്നെയല്ല, എന്നാൽ പോലും നമ്മൾ ഇത്രയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. ഇതുണ്ടല്ലോ, ഇതിങ്ങനെ ചുമ്മാ ക്രാക്കേഴ്സായിട്ട് കഴിക്കാനും നല്ലതാണ്. ഇത് എളുപ്പമുള്ളൊരു പരിപാടിയല്ലേ. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൻ. ഇതുണ്ടോ, ഇത്രയുമാണ്. കേൾക്കാം, കിലുകിലെന്ന് നന്നായിട്ട് വറന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയും സാധനങ്ങളാണ് നമ്മൾ റിമൂവ് ചെയ്തത്.